നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാമത്തെ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗുലർ മൊമെൻറ്റം, അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻ്റ് ആണ്. നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷണൽ മോഷനും കമ്പയർ ചെയ്ത് ചില ക്വാണ്ടിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷനിൽ ലീനിയർ മൊമെൻറ്റം എന്ന ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയി റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആംഗുലർ മൊമെൻറ്റം. സോ ഇഫ് യു ഹാവ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ആൻഡ് ലീനിയർ മൊമെൻറ്റം p and position vector r, then angular momentum is defined as r cross p. Angular momentum L എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം. അപ്പോൾ സ്മോൾ ലെറ്റർ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ. സോ L ഈക്വൽ ടു r ക്രോസ് p. അപ്പോൾ എഴുതുമ്പോൾ വെക്റ്റർ L ഈക്വൽ ടു വെക്റ്റർ r ക്രോസ് വെക്റ്റർ പി. എൽ ആർ പി ഇതിനൊക്കെ മുകളിൽ ആരോ മാർക്ക് കൊടുക്കുക. അപ്പോൾ വെക്റ്റർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആംഗുലർ മൊമെൻറ്റം ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ആറിൻ്റെയും പിയുടെയും യൂണിറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് കിട്ടും. ഡയമെൻഷൻ ml²10⁻⁻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 
മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ പി സൈൻ തീറ്റ. ആർ ക്രോസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി സൈൻ തീറ്റയാണ്. അതിൽ ഓരോന്നും എന്താണ് നമുക്കറിയാം. പി എന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് പി, വെക്റ്റർ പി ആണ്. ആർ ഇസ് ദി പൊസിഷൻ വെക്റ്റർ, അതിൻ്റെ ലെങ്ത് ആണ് ആർ. ദെൻ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ ആർ ആൻഡ് വെക്റ്റർ പി. ആറിനും പിക്കും മുകളിൽ വീണ്ടും ആരോ ഇടുക, വെക്റ്റർ ആർ ആൻഡ് വെക്റ്റർ പി. Then what is the direction? Vector quantity ആണെന്ന് പറഞ്ഞു. Direction is perpendicular to the plane containing vector r and vector p. ആറും പിയും ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആംഗുലർ മൊമെൻറ്റം ആക്ട് ചെയ്യുക. അപ്പോൾ ടോർക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസിഡേർഡ് ആസ് ദി മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം. ഓക്കെ, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലെ ക്വാണ്ടിറ്റിയാണ് ആംഗുലർ മൊമെൻറ്റം. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം. അത് ഒരു മറ്റൊരു പ്രയോഗം മാത്രമാണ്. അതായത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന പോലെ മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം എന്ന് അറിയപ്പെടുന്നു. അത് നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. മുമ്പ് ടോർക്ക് എഴുതിയതുപോലെ L ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ എന്നുള്ളത് ആർ ഇൻറ്റു പി സൈൻ തീറ്റ അല്ലെങ്കിൽ പി ഇൻറ്റു ആർ സൈൻ തീറ്റ, ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ടോർക്കിൻ്റെ കേസിൽ നമ്മളിത് എഴുതിയതാണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് L ഈക്വൽ ടു ആർ പി പെർപെൻഡിക്കുലർ ഓർ L ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ പി, where r perpendicular is r sin theta and p perpendicular is p sin theta. ജസ്റ്റ് നമ്മൾ ആർ പി സൈൻ തീറ്റ എന്നുള്ളത് മറ്റൊരു ഫോമിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. പി സൈൻ തീറ്റ എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെ ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, പി പെർപെൻഡിക്കുലർ എന്ന് കൊടുത്തു. അതല്ലെങ്കിൽ ആർ സൈൻ തീറ്റ എന്നുള്ളത് ആറിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അത് ആർ പെർപെൻഡിക്കുലർ എന്ന് കൊടുക്കുന്നു. മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ദെൻ ആംഗുലർ മൊമെൻറ്റം എന്ന ക്വാണ്ടിറ്റി എപ്പോഴൊക്കെയാണ് സീറോ ആവുക? ആംഗുലർ മൊമെൻറ്റം എൽ ആർ പി സൈൻ തീറ്റയാണ്. അപ്പോൾ അണ്ടർ വാട്ട് ഓൾ കണ്ടീഷൻസ് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ക്യാൻ ബി ഈക്വൽ ടു സീറോ. 3 സിറ്റുവേഷൻസിലാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം സീറോ ആവുക. ഒന്ന്, വെൻ ദ ലീനിയർ മൊമെൻറ്റം വാനിഷസ്, അതായത് ലീനിയർ മൊമെൻറ്റം സീറോ ആകുമ്പോൾ ആംഗുലർ മൊമെൻറ്റം ആർ പി സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ലീനിയർ മൊമെൻറ്റം സീറോ ആവുക എന്ന് വെച്ചാൽ നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ മാസ് ഒരിക്കലും സീറോ ആവുന്നില്ല, വെലോസിറ്റിയാണ് സീറോ ആവാനുള്ള സാധ്യത. എന്ന് പറഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കുക. ഓക്കെ, അപ്പോൾ റെസ്റ്റിലുള്ള ഒരു പാർട്ടിക്കിളിന് ആംഗുലർ മൊമെൻറ്റം സീറോ ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ദ പാർട്ടിക്കിൾ ഇസ് അറ്റ് ദി ഒറിജിൻ, ദാറ്റ് ഈസ് വെൻ ആർ ഈക്വൽ ടു സീറോ. ഇഫ് ദ പാർട്ടിക്കിൾ ഇസ് അറ്റ് ദി ഒറിജിൻ ദെൻ ആംഗുലർ മൊമെൻറ്റം വിൽ ബി സീറോ.
കാരണം നമ്മുടെ ഇക്വേഷനിൽ ആർ പി സൈൻ തീറ്റയിൽ ആർ എന്നത് പൊസിഷൻ വെക്ടറാണ്. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനും പാർട്ടിക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആർ 0 ആവുന്നു. സോ ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു 0. മറ്റൊരു സിറ്റുവേഷൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി. തീറ്റ എന്ന് പറയുന്നത് ആർ ആൻഡ് പി അത് തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇഫ് പൊസിഷൻ വെക്ടർ ആൻഡ് ലീനിയർ മൊമെൻറ്റം ആർ പാരലൽ ഓർ ആൻറ്റി പാരലൽ, തീറ്റ 0 എന്ന് പറഞ്ഞാൽ ആർ ആൻഡ് പി പാരലൽ, തീറ്റ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻറ്റി പാരലൽ. ഈ സിറ്റുവേഷനിലും ആംഗുലർ മൊമെൻറ്റം 0 ആണ്. ഓക്കെ, അപ്പോൾ ബ്രീഫായിട്ട് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ഗിവൺ ബൈ എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. It is the rotational analog of linear momentum and it is equal to 0 when p equal to 0, r equal to 0 or when theta equal to 0 degree or 180 degree. ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ. Now we will consider the relation between torque and angular momentum. Corresponding relation linear motion അല്ലെങ്കിൽ translation motionൽ ഏതാണ് എന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഇവിടെ ടോർക്കാണ്, ട്രാൻസ്ലേഷൻ ആകുമ്പോൾ അത് ഫോഴ്സ്. ആംഗുലർ മൊമെൻറ്റം ട്രാൻസ്ലേഷൻ ആകുമ്പോൾ ലീനിയർ മൊമെൻറ്റം. ആ റിലേഷൻ അപ്പോൾ എന്തായിരിക്കും? ഫോഴ്സും ലീനിയർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ അല്ലേ? ട്രാൻസ്ലേഷൻ മോഷനിൽ ഫോഴ്സും ലീനിയർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ അതെന്തായിരുന്നു? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അത്തരത്തിലുള്ള ഒരു റിലേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ, ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ലീനിയർ മൊമെൻറ്റം. നമുക്കറിയുന്ന ഇക്വേഷൻ എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ഞാൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്താ ചെയ്യേണ്ടത്? ഡി എൽ ബൈ ഡി ടി. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പിക്ക് എല്ലിന് പകരം ആർ ക്രോസ് പി എന്ന് എഴുതാം അല്ലേ? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എല്ലിന് പകരം ആർ ക്രോസ് പി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുക. ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് റൂള് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ റൂള് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി എന്നത് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. അതായത് ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ക്രോസ് ദ സെക്കൻഡ് ടേം, അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. സോ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി, ഡി എൽ ബൈ ഡി ടി എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയേണ്ടത് എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള റിലേഷൻ ഉള്ളതുപോലെ റൊട്ടേഷണൽ മോഷനിൽ വെദർ ദർ എക്സിസ്റ്റ് എ റിലേഷൻ വിച്ച് ഇസ് ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി എൽ ബൈ ഡി ടി കണ്ടുപിടിക്കുന്നു. അത് ടോ ആണോ എന്നാണ് നോക്കുന്നത്. സോ ഡി ബൈ ഡി ടി ഓഫ് എല്ലിന് പകരം ആർ ക്രോസ് പി, ദെൻ ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി എന്താണ്? നമുക്കറിയാം വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി. സോ വി ക്രോസ് പി എന്താ? ലീനിയർ മൊമെൻ്റ് ആണ്, എം വി. സോ ഫസ്റ്റ് ടേം എന്താ വരിക? വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി നമുക്കറിയാം ഫോഴ്സ് ആണ്. ഓക്കെ, സോ വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് എഫ് എന്നുണ്ട്. ഓർ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്താണ്? ആർ ക്രോസ് എഫ്. കാരണം വി ക്രോസ് എം വി ഇസ് 0. എങ്ങനെ 0 കിട്ടി? എം അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, വെക്ടർ അല്ല, സ്കേലർ ആണ്. സോ എം ഇൻറ്റു വി ക്രോസ് വി എന്ന് എഴുതാം. വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ 0 ആണ്. നിങ്ങൾ കണ്ടതാണ് മുമ്പ്. എ ക്രോസ് എ ഈക്വൽ ടു 0, ഐ ക്രോസ് ഐ ഈക്വൽ ടു 0. കാരണം ആംഗിൾ 0 ആണ്, സൈൻ 0 0 ആയിരിക്കും. ഓക്കെ, സോ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോ. ഇതാണ് നമുക്ക് കിട്ടിയ relation. So this is the relation connecting the torque and angular momentum. Very very important relation. അപ്പോൾ dp by dt equal to f എന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയി റൊട്ടേഷൻ മോഷനിൽ നമുക്കുള്ള ഇക്വേഷനാണ് dl by dt equal to
ടോ. ഇതിൻ്റെ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡെറിവേഷനും കൂടിയാണിത്. ഓക്കെ, സോ ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്, ഇറ്റ് ഈസ് dl/dt ഈക്വൽ ടു ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? dl/dt എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ദ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. So, tau equal to dl/dt is the rotational analogue of the equation F equal to dp/dt, which expresses Newton's second law for translation motion of a single particle. അതായത് in the case of translation motion നമുക്ക് Newton's second law ഉണ്ട്, F equal to dp/dt. അതേ രീതിയിൽ റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് tau equal to dl/dt. അതായത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു the torque acting on it. ഓക്കെ, ഇനി ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ എന്തായിരിക്കും ആംഗുലർ മൊമെൻറ്റം അതുപോലെ തന്നെ ടോർക്ക്? ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസാണ്, L equal to R cross P എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിലോ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്നത് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ദി സം ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. അതായത് ഇപ്പോൾ 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 3 എണ്ണത്തിൻ്റെയും ആംഗുലർ മൊമെൻറ്റം കൂട്ടുന്നതായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റം. ഇഫ് യു ഹാവ് 10 പാർട്ടിക്കിൾസ്, the total angular momentum of the system will be the sum of angular momenta of all the 10 particles. Okay, അപ്പോൾ capital L denotes total angular momentum of the system. സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് ആണ് ക്യാപിറ്റൽ L, ഈക്വൽ ടു L1 + L2 + എക്സെട്ര പ്ലസ് Ln. L1 എന്തായിരിക്കും? ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം. L2 എന്താണ്? സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം. അതുപോലെ n പാർട്ടിക്കിൾസിൻ്റേത്. അപ്പോൾ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ സിഗ്മ Li എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി ടോട്ടൽ ടോർക്ക് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ ടോർക്ക് ടോ ആണെങ്കിൽ ടോ ഐ, ith പാർട്ടിക്കിളിൻ്റെ ടോ ഐ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ n പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ടോ ഈക്വൽ ടു ടോ 1 + ടോ 2 + എക്സെട്ര പ്ലസ് ടോ n, വിച്ച് ഇസ് സമ്മേഷൻ ടോ ഐ. ഓർമ്മിക്കുക, ഇത് ഓരോന്നും വെക്ടറാണ്. അപ്പോൾ എഴുതുമ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ ആരോ ഇടുക. സോ വെക്ടർ L ഈക്വൽ ടു വെക്ടർ L1 + വെക്ടർ L2 + എക്സെട്ര. സിമിലർലി വെക്ടർ ടോ ഈക്വൽ ടു വെക്ടർ ടോ 1 + വെക്ടർ ടോ 2 + എക്സെട്ര. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിൻ്റെ ഓരോന്നിൻ്റെയും ആംഗുലർ മൊമെൻറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കിട്ടും. അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ടോർക്കുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ടോർക്കുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ടോർക്ക് കിട്ടും. ഓക്കെ, now what is the relation between angular momentum and torque? സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഇതുവരെ നമ്മളൊരു ഇൻഡിവിജ്വൽ പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്തത്. പകരം ഒരു സിസ്റ്റം ആസ് എ ഹോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ, ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ഈ റിലേഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ടോ ഈക്വൽ ടു dl/dt എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അതിൽ ടോ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ദ ഇൻറ്റേർണൽ ടോർക്ക് പ്ലസ് എക്സ്റ്റേണൽ ടോർക്ക്. കാരണം ഒറ്റൊരു പാർട്ടിക്കിൾ അല്ല ഉള്ളത്, ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ചുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനുള്ളിലും ഫോഴ്സസ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സസ് കൊണ്ടുള്ള ടോർക്കുകൾ ആക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊന്നില്ലല്ലോ, അതുകൊണ്ട് അതിനുള്ളിലുള്ള ഇൻട്രാക്ഷൻ 0 ആയിരിക്കും, ഉണ്ടാവില്ല ഇൻട്രാക്ഷൻ. പക്ഷേ ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ടോർക്കും കൺസിഡർ ചെയ്യണം, എക്സ്റ്റേണൽ ടോർക്കും കൺസിഡർ ചെയ്യണം. പക്ഷേ ഇൻറ്റേർണൽ ടോർക്ക് 0 ആണ്. സിമിലർ സിറ്റുവേഷൻ നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് എന്നത് ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും കൂടി കൂട്ടുന്നതാണ്. പക്ഷേ ഇൻറ്റേർണൽ ഫോഴ്സ് നമുക്കവിടെ 0 കിട്ടി. എന്താ കാരണം? ഇൻട്രാക്ഷൻ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ടോട്ടൽ എടുക്കുമ്പോൾ അത് 0 ആവും, ബിക്കോസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ അല്ല. ഫസ്റ്റ് പാർട്ടിക്കിൾ കാരണം സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കിൾ കാരണം ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മേലെയും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ടോർക്ക്, അതായത് ഇൻറ്റേർണൽ ടോർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ടോർക്ക് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട്.
അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്ന് എഴുതാം. എപ്പോൾ? ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, നേരത്തെ നമ്മൾ എഴുതിയത് ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. പക്ഷേ കൂടുതൽ പാർട്ടിക്കിൾസ് ഉൾപ്പെടുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം ടോ അത് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ, ടോർക്ക് ഇൻറ്റേർണൽ ടോർക്കാണോ എക്സ്റ്റേണൽ ടോർക്കാണോ. അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻറ്റേർണൽ ടോർക്ക് എപ്പോഴും 0 ആയിരിക്കും. കാരണം ഒരു പാർട്ടിക്കിൾ കാരണം മറ്റൊന്നിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര തന്നെ തിരിച്ചും ഉണ്ടാവും. അപ്പോൾ ബീയിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ദ ടോട്ടൽ ഇൻറ്റേർണൽ ടോർക്ക് ബിക്കംസ് 0. സോ ദ ഇക്വേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ എഴുതണം. ഇക്വേഷൻ ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു dl by dt means the external torque acting on the system equal to rate of change of angular momentum. അപ്പോൾ അതേ കാര്യം തന്നെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. the time rate of total angular momentum of a system of particles is equal to the sum of external torques. Okay, means torques due to external forces acting on the system taken about the same point. അപ്പോൾ ഇവിടെ ടോ എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സം ഓഫ് ഓൾ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. കുറേ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിളിലും ആക്ട് ചെയ്യുന്ന ടോർക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. അതെല്ലാം കൂടി കൂട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടോ 1 + ടോ 2 + എക്സെട്ര. അങ്ങനെ ഓരോ പാർട്ടിക്കിളിലും ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്കുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടൽ ടോർക്ക്, അതായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഇനി എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിരുന്നു മുമ്പ്. എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കുക. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതായത് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള റിലേഷൻ കിട്ടി. അവിടെ നമ്മൾ പറഞ്ഞു ഇഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് 0, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോ ആണ് ഇവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഈക്വൽ ടു 0. ഏതാണ് ഇക്വേഷൻ? ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? എക്സ്റ്റേണൽ ടോർക്ക് ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു dl by dt. Now if that external torque is equal to 0, അപ്പോൾ എന്ത് കിട്ടും? dl by dt equal to 0. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം 0 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ മീനിങ്ങും കൂടെ മനസ്സിലാക്കുക. അതായത് ആംഗുലർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ലീനിയർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നപ്പോഴാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് അതിൻ്റെ മൊമെൻറ്റത്തിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുക അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ദർ ഇസ് എ ഫോഴ്സ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം. ഇഫ് ദർ ഇസ് എ ടോർക്ക് ദർ ഇസ് എ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം. ടോർക്ക് ആക്ട് ചെയ്യുമ്പോഴാണ് ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിലോ ആംഗുലർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. അങ്ങനെയെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ അർത്ഥം. ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി or on the system of particles is equal to 0, dl by dt equal to 0 or L equal to constant. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം സ്റ്റേറ്റ്സ് ദാറ്റ് if the total external torque on a system of particles is 0, then the total angular momentum of the system is conserved, അല്ലെങ്കിൽ it remains constant. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആംഗുലർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ,
അപ്പോൾ ഇതിൽ ഓരോ കാര്യം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ബൈഹാർട്ട് ചെയ്ത് വെക്കരുത്. എന്താണ് അതിലെ കാര്യം, അതായത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു തവണ ക്ലാസ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കണ്ടു നോക്കുക. അല്ലെങ്കിൽ നോട്ട് എഴുതിയതിന് ശേഷം പിന്നെ കേട്ടാലും മതി, ഫോണിലേക്ക് നോക്കിയിരിക്കണം എന്നില്ല. ഒരു തവണ കണ്ട് നോട്ട് എഴുതുക, പിന്നീട് ആ നോട്ടിൽ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി കേട്ട് നോക്കുക. അപ്പം കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.